ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. രഞ്ജിത്ത് ഹിയർ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇറ്റ്സ് അബൌട്ട് റാങ്ക് ഫയൽസ്. അതായത് PSC എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനിൽ ആസ്പിരൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് റാങ്ക് ഫയൽസ് എന്നത്. എന്നാൽ എല്ലാവർക്കും അറിയാം റാങ്ക് ഫയൽസിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് എത്രമാത്രം വാസ്റ്റ് ആയിട്ടാണ് അതിൽ ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. സോ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ ഇതിൽ നിന്ന് റിവൈസ് ചെയ്യാം, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരാം. സോ ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുക. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റാങ്ക് ഫയൽസ് ഇൻ ജനറൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെ ഒരു ബിഗ് ലെറ്റ് ഡൗൺ ആണ്. നമ്മളൊരു എക്സാമിനേഷൻ തയ്യാറെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇത്ര വലിയ പുസ്തകം കാണുമ്പോൾ തന്നെ പഠിക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവുകയില്ല. എപ്പോഴും ഒരു നല്ല സ്റ്റഡി മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമായിരിക്കണം. ഓക്കെ, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി റാങ്ക് ഫയൽസിൻ്റെ കേസിൽ അത് അങ്ങനെയല്ല. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചില പബ്ലിക്കേഷൻസ് വളരെ ഇൻറ്റൻഷനലായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് കൂടുതൽ പേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഈവൻ അത് അഡ്വർടൈസ് ചെയ്യാറ് പോലുമുണ്ട്. അതായത് ഇത്രയധികം പേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ്പിരൻസിന് സാധാരണഗതിയിൽ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, സോ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുത. ഓക്കെ, സോ ഇത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി വളരെ ഇൻറ്റൻഷനലായിട്ട് കൂടുതൽ പേജസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റാങ്ക് ഫയൽസിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്ന വളരെ പുവർ ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയൽ, ഒരു 5 വർഷം മുൻപുള്ള ഒരു റാങ്ക് ഫയൽ എടുക്കുക, ഇപ്പോഴുള്ള റാങ്ക് ഫയലും എടുക്കുക, ഇതൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക. അതായത് എത്രമാത്രം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ. അപ്ഡേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുതുതായിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അത് സ്വാഭാവികമായിട്ടും ചെയ്യാറുണ്ട്, മിക്ക പബ്ലിക്കേഷൻസും ചെയ്യാറുണ്ട്. എന്നാൽ കാലാനുസൃതമായിട്ട് PSCയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുയോജിച്ച രീതിയിലാണോ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്, റിഡൻഡൻ്റ് ആയ അല്ലെങ്കിൽ ഇപ്പോൾ PSC ചോദിക്കാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊരു കാര്യം ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഇല്ല എന്നത് കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ഒരു കേസിൽ വരാൻ സാധ്യതയുള്ള ഒരു മേജർ കൺഫ്യൂഷനാണ് ഈ റാങ്ക് ഫയൽസിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു വസ്തുത. ഇനി ഒരുപാട് സമയം പഠനത്തിനായിട്ട് അവൈലബിൾ ഉണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചേക്കാം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇത് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്കിത് ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എക്സാമിനേഷന് റീപ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. ഓക്കെ, സോ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻഫർമേഷൻ ഇത്തരത്തിൽ വായിച്ചാൽ കൺഫ്യൂസ്ഡ് ആകും. ഒരു കാര്യം പഠിച്ചാൽ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുക വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആ പഠനം നടത്തിയാൽ മാത്രമാണ്. അതല്ലാതെ റാൻഡമായിട്ട് ഒരുപാട് ഫാക്ട്സ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് വരും. സോ നമ്മൾ മുൻപുള്ള ലെക്ചേഴ്സിലും പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോഴുള്ള PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെയധികം സിലബസ് സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും PSC ഇവിടെ ശ്രമിക്കുന്നത് സിലബസിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ആ രീതിയിലായിരിക്കും ഡിഫിക്കൽട്ടി ലെവൽ ഉയർത്തുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് റാങ്ക് ഫയൽസിൽ നിന്നും പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ മറ്റ് സോഴ്സുകളിൽ നിന്നും പഠിക്കണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് SCERT പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കേണ്ട ചില വസ്തുതകൾ ഉണ്ടാകാം, പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട വസ്തുതകൾ ഉണ്ടാകാം. സോ ഈ കാര്യങ്ങൾക്കൊന്നും വേണ്ടി റാങ്ക് ഫയൽസിനെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. സിലബസ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുകയാണ് എന്ന് കരുതുക. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈവൻ പ്രിൻ്റ് ഔട്ട് വേണമെന്ന് നിർബന്ധമില്ല. പ്രിൻ്റ് ഔട്ട് ഉണ്ട് എങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു PDF ആ ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ബേസിക്കലി മനസ്സിലാക്കുക എന്താണ് ഇവിടെ PSC ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്ത് റാങ്ക് ഫയൽസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കരുത്. കാരണം തീർച്ചയായിട്ടും അവിടെ റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ PSC ചോദിക്കാൻ സാധ്യതയില്ലാത്ത കുറേ വസ്തുതകൾ, എക്സാമിനേഷൻ ആവശ്യമില്ലാത്ത കുറേ വസ്തുതകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. അവയെല്ലാം തന്നെ ഒഴിവാക്കുക. ഇനി എങ്ങനെയാണ് ഈ റിഡൻഡൻ്റ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഏതൊരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ സമീപിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എത്രയുണ്ട് എന്നത് ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഒരു സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അത് റാങ്ക് ഫയൽസിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റേത് സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇനി ഇത്തരത്തിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്താലും ഈ കാര്യങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ വരാം. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത് യൂസ് കളേഴ്സ്. അതായത് നിങ്ങൾക്ക് ഈ സ്കെച്ച് പെൻസ് ഉപയോഗിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 2 കാര്യങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കണം. ഒന്ന്, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വസ്തുതകൾ, അവ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. രണ്ടാമത്തേത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എക്സാമിനേഷൻ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത വസ്തുതകൾ, ഇവ ഒഴിവാക്കുക. അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ മാർക്ക് ചെയ്യുക. മേ ബി റെഡ് അതുപോലെ തന്നെ ഗ്രീൻ 2 കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇമ്പോർട്ടൻ്റ് ആയ അതോടൊപ്പം തന്നെ ഒരു ക്വിക്ക് റിവിഷൻ മാത്രം ആവശ്യമുള്ള വസ്തുതകളാണ് എങ്കിൽ അവ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നാൽ
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ എന്നാൽ നിങ്ങൾക്ക് മറന്നു പോകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ചില വർഷങ്ങളൊക്കെ ആകാം, ചില ആക്റ്റുകളൊക്കെ നിലവിൽ വന്ന വർഷങ്ങൾ, ചില പേരുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അവ നിങ്ങൾക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ക്വിക്കായിട്ടുള്ള റിവിഷൻ നടത്തുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം തന്നെ വരികയില്ല. അതോടൊപ്പം തന്നെ ഈ റെഡ് കളറിലുള്ള വസ്തുതകൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാനും സാധിക്കും. ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞത്, അധികവും റാങ്ക് ഫയൽസിൽ ചില കണ്ടന്റുകൾ വളരെയധികം അൺഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ഓക്കെ, സോ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് മൈക്രോ നോട്ട്സ് എന്നത്. ഇത് എല്ലാ ടോപ്പിക്കുകളിലും പോസിബിൾ ആണ് എന്ന രീതിയിലല്ല, എന്നാൽ ഭൂരിഭാഗം ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് മൈക്രോ നോട്ട്സ് ഉപയോഗിക്കാം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നത് ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയാം. NHRC യെക്കുറിച്ച്, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നു എന്ന് കരുതുക. NHRC എന്ന് സൈഡ് ഹെഡിങ് എഴുതുന്നു, അതിന് താഴെയായിട്ട് അത് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാകും. അപ്പോൾ ആക്ട് എന്ന് എഴുതുക, ഒരു ഹൈഫൻ ഇടുക, ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം ഫോംഡ് എന്ന് എഴുതുന്നു, ആ ഒരു കമ്മീഷൻ നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ്, അത് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ കമ്പോസിഷൻ, താഴെയായിട്ട് അവരുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് ഈ നോട്ട്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇവിടെയും ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അതായത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ചില വസ്തുതകളാണ് എങ്കിൽ അത് ആ നോട്ട്സിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സോ ഇത്തരം ടോപ്പിക്കുകളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഈ നോട്ട്സ് നോക്കി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ഫയൽസിൽ നിന്നും വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അതായത് ഏത് പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയൽസ് ആണ് നല്ലത് അല്ലെങ്കിൽ മോശം, ഈ കാര്യങ്ങളൊന്നും തന്നെയല്ല. ജനറലി ഇവയെ സമീപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.